നമ്മൾ പല ആർക്കിടെക്റ്റിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഒരാളുടെ അടുത്ത് പോകുമ്പം നമ്മളെ പ്ലാന് പറയുമ്പം അവർ നമ്മളോട് പറയാം, ആക്കാം, ഇവിടെ ഒരു കോർട്ടിയർ വെച്ചാലോ, വെക്കാം, ഈ സ്റ്റെയർ ഇങ്ങനെ ആക്കിയാലോ, ആക്കാം, മേൽക്കൂര നമുക്ക് ഇങ്ങനെ ആക്കിയാലോ, ആക്കാം. അങ്ങനെ പറയുന്നൊരു ആർക്കിടെക്റ്റിനല്ല നമുക്ക് വേണ്ടത് ഇതിങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ ഇതിങ്ങനെ കൂടി ചെയ്താൽ അങ്ങനെ കൂടി ഉണ്ടാവും. മനസ്സിലായില്ലേ എന്താണെന്നുള്ളത്? നമ്മൾ ആശയം പങ്കുവെക്കുമ്പോൾ അതിനേക്കാൾ ഒരു പടി മുന്നിൽ, അതിനേക്കാൾ മനോഹരമായ രൂപത്തിൽ അയാൾക്ക് തിരിച്ച് നമ്മളോട് പറയാൻ പറ്റണം. അങ്ങനത്തെ ഒരു ആർക്കിടെക്റ്റിനായിരിക്കണം നമ്മളിതിൽ സെലക്ട് ചെയ്യേണ്ടത്. നിലവിൽ നമ്മളെ മാർക്കറ്റിൽ കണ്ടമാനം ആൾക്കാരുണ്ട്, ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ ആയിട്ടും. അപ്പം ഇങ്ങനൊരു സംഭവം നോക്കുക. പൈസ കുറച്ച് കൂടുമായിരിക്കും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു പ്ലാൻ ആദ്യം ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഇടക്കും തലയ്ക്കും അവിടെ പൊളിച്ച് ഇവിടെ പൊളിച്ച് പിന്നെ അത് മാറ്റി ഇത് ഇങ്ങോട്ടിട്ട് അതങ്ങോട്ടിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. സോ നിങ്ങളൊരു റഫ് പ്ലാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറിയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അത്യാവശ്യം സെറ്റപ്പുള്ള ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് പോവുക, എന്നിട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുക, അവരോട് സജഷൻ ചോദിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, ആ സാധനം റെഡിയാക്കി വെക്കുക. അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. എന്നിട്ട് ഈ പറയുന്ന പ്ലാൻ നിങ്ങൾ ഓക്കെ ആയി അവരും ഓക്കെ എല്ലാം സെറ്റാക്കിയതിന് ശേഷം മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ എവിടെ പോയാൽ അതിൻ്റെ ഫീസ് അടച്ചിട്ട് അതിൻ്റെ പെർമിഷൻ എടുക്കാം. അതിന് ശേഷം മാത്രമേ നിങ്ങൾ വീടുണ്ടാക്കാൻ തുടങ്ങാൻ പാടുള്ളൂ. കാരണം നിങ്ങളൊരു റിനോവേഷൻ ചെയ്യുന്ന ഒരാളാവട്ടെ, അല്ലെങ്കിൽ റിനോവേഷൻ മീൻസ് ഓൾറെഡി ഉള്ള അളവിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് സ്ക്വയർ ഫീറ്റ് 1000 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1500 പണിയെടുക്കുന്നത് എങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പെർമിഷൻ എടുക്കാതെയാണ് വീട് ഉണ്ടാക്കുന്നതെങ്കിൽ, പണി തുടങ്ങിയതെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാർ എങ്ങനെയെങ്കിലും അറിയും. പ്രത്യേകിച്ച് അയൽക്കാർ അവന്മാർ കോർക്കും, അവന്മാർ പോയി പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ആരെയും പോയി പറഞ്ഞു കൊടുക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവരൊരു ഇൻസ്പെക്ഷനോ മറ്റോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയറ് നിറച്ച് അതിൻ്റെ ഫൈനും കാര്യങ്ങളൊക്കെ ആയി തരും. നല്ലോണം ചാമ്പും ഇപ്പോഴത്തെ കണ്ടീഷനിൽ നല്ല പോലെ. ഞാൻ ഇവിടെ ഒരു അപ്ലിക്കേഷൻ ഫീ അടയ്ക്കാൻ വേണ്ടി മാത്രം ആദ്യം ഞാൻ എൻ്റെതൊക്കെ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പ്ലാൻ ആദ്യം ഞാൻ വിചാരിച്ചത്. അത് പണി കഴിഞ്ഞ് രണ്ടാമത് ഞാൻ പിന്നീടാണ് ചെയ്തത്. അതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഗവൺമെൻറ് 100 ചില്ലറ ഇരട്ടി സംഗതിയായിട്ട് കൂട്ടി. 1600 സ്ക്വയർ ഫീറ്റ് ആദ്യം എടുത്ത പെർമിഷൻ എനിക്ക് 1000 രൂപ 1030 രൂപയും കണ്ട ചിലവ് വന്നത്. രണ്ടാമത് എടുത്ത പ്ലാനിന് 12800 രൂപേൻ്റെ അടുത്താണ് നമുക്ക് ചിലവ് വന്നത്. അപ്പോൾ എന്ത് ചെയ്യാമെന്നറിയോ, പ്ലാനും കാര്യങ്ങളും ആദ്യം സെറ്റാക്കുക, പെർമിഷൻ എടുക്കുക, അതിനുശേഷം മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ പെടും. അതിൻ്റെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഈ ചില ആൾക്കാർ വാസ്തുവും കാര്യങ്ങളൊക്കെ നോക്കി ഉണ്ടാക്കുന്ന ആളുണ്ടാവും. അപ്പോൾ ഈ കുറ്റി അടിക്കുന്ന സമയത്ത്, കുറ്റി അടിക്കൽ അങ്ങനെ തറക്കല്ലിടുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സമയത്ത് ഇയാൾ വന്ന് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അയാൾ പ്ലാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാണ്ടാവും. അതൊക്കെ മാറ്റി കൺഫേം ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഗവൺമെൻറ്റിലോട്ട് അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ 1000 സ്ക്വയർ ഫീറ്റിലുള്ളൊരു വീടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് ഒരു ഷേപ്പായിരിക്കും, മീൻസ് കറക്റ്റ് സ്ക്വയറിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ പിന്നീട് നിങ്ങൾ മാറ്റിയിട്ടൊന്ന് അങ്ങോട്ടാക്കി എന്നാലും കുഴപ്പമൊന്നുമില്ല. സ്ക്വയർ ഫീറ്റ് അളവ് കൂടാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറഞ്ഞാലും ബുദ്ധിമുട്ടില്ല, കൂടാതിരിക്കുക എന്നുള്ളത്. കൂടി കഴിഞ്ഞാൽ അവന്മാർ അതിൻ്റെ പുറത്ത് ഗവൺമെൻറ് ഫൈന് ചാർത്തും. ഓക്കെ.